നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 18 ചൊവ്വാഴ്ചയാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോ ഒരു പോഡ്കാസ്റ്റ് രൂപത്തിലാണ് ചെയ്യുന്നത്. ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് വന്നാൽ, നിഫ്റ്റി ഇന്നലെ നല്ലൊരു റിക്കവറിയാണ് നടത്തിയത്. അതിനുശേഷം ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു തുടർച്ച ലഭിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതായത് നിഫ്റ്റിയുടെ അപ്സൈഡ് മൂവിൽ നമുക്ക് കൂടുതൽ കൺഫർമേഷൻ ലഭിക്കേണ്ടതുണ്ട്. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിച്ചാൽ, ഇന്നലെ US മാർക്കറ്റുകളിൽ ഒരു ഹോളിഡേ ആയിരുന്നു, മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നില്ല. യൂറോപ്പിലെ 3 മാർക്കറ്റുകളും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡിഫൻസ് സ്റ്റോക്കുകളാണ് അവിടെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഡിഫൻസ് സ്റ്റോക്കുകളുടെ പിന്തുണയോടെ പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. സ്പോട്ട് ഗോൾഡ് 0.6% ഉയർന്നു. ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് കേരളത്തിൽ പവന് 63,520 രൂപയാണ്. അടുത്തതായി ഓയിൽ പ്രൈസുകളിൽ റഷ്യ ഉക്രൈൻ സമാധാന കരാർ വിതരണ പ്രവാഹത്തെ തടസ്സപ്പെടുത്തും, ഉപരോധം ലഘൂകരിക്കുന്ന പ്രതീക്ഷയിലും എണ്ണവില തുടർച്ചയായ 4ാമത്തെ ദിവസവും ഇന്നലെ ഇടിയുകയുണ്ടായി. ഇനി രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നമ്മൾ നൽകാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആദ്യം നമുക്ക് FIDA ആക്ടിവിറ്റിയിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ FIS 3,938 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 4,760 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ, ആദ്യം 26 NSEയിലെ കമ്പനികൾ 1 ലക്ഷം കോടി ക്ലബിൽ നിന്നും പുറത്തു കടന്നു. നിഫ്റ്റിയും സെൻസെക്സും 2024 സെപ്റ്റംബറിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 12% ഇടിഞ്ഞത്. 1 ലക്ഷം കോടിക്ക് മുകളിൽ വിപണി മൂലധനമുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം 2024 സെപ്റ്റംബറിൽ 106-ൽ നിന്ന് 2025 ഫെബ്രുവരി 17 ആയപ്പോൾ 82 കുറഞ്ഞതായി ഈ റിപ്പോർട്ട് കാണിക്കുന്നു. ഇനി ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. എന്നാൽ അതിൻ്റെ വിപണി മൂല്യത്തിൽ 18.4% ഇടിവാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ വിപണി മൂല്യം 16.57 ലക്ഷം കോടി രൂപയാണ്. മറ്റ് വലിയ കമ്പനികളായ TCSന്റെ വിപണി മൂല്യത്തിൽ 9% ഇടിവും HDFC ബാങ്കിന്റെ വിപണി മൂല്യത്തിൽ 3.4% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയ കമ്പനികൾ നോക്കുകയാണെങ്കിൽ JSW എനർജി, സംവൃദ്ധ മദർസൺ, സുസ്ലോൺ എനർജി, ഹീറോ മോട്ടോകോപ്പ്, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾക്കാണ് വലിയ പ്രഹരമേറ്റത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുള്ളത്, ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ ജനുവരിയിലേത് ഇന്നലെയാണ് പുറത്തു വന്നത്. വ്യാപാര കമ്മി $23 ബില്യൺ ആണ്. 2024 ജനുവരിയിൽ $16.5 ബില്യൺ കൂടുതലാണിത്. ഇനി കയറ്റുമതിയുടെ കാര്യമെടുത്താൽ വർഷാവർഷം 2.4% കുറഞ്ഞത്. 36.43 ബില്യൺ ഡോളറിലെത്തി. ഇത് തുടർച്ചയായ 3ാം മാസത്തെ ഇടിവാണ്. ഇറക്കുമതി 10.2% വർദ്ധിച്ച് $59.42 ബില്യൺ എത്തി. ഇനി ഈ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് 2 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, എക്സ്പോർട്ടുകളിൽ ഒരു ഇടിവുണ്ടാകുന്നു, കൂടാതെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ വൈഡൻ ചെയ്യുന്നു. ഇത് രണ്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഈ ഒരു ഡാറ്റ സ്ലൈറ്റ്ലി നെഗറ്റീവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്തതായി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ABB ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റിൽ 56% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. 528.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22% വർധനവ് രേഖപ്പെടുത്തി. 3,364.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 57.6% വർധനവും കമ്പനി രേഖപ്പെടുത്തി. ഫൈനൽ ഡിവിഡൻഡായി കമ്പനി പ്രഖ്യാപിച്ചത് 33.50 പെർ ഷെയർ എന്ന നിലയിലാണ്. അടുത്തതായി ഭാരതി എയർടെൽ എന്ന കമ്പനി. പ്രൊമോട്ടർ സ്ഥാപനമായ ഇന്ത്യൻ കോണ്ടിനെന്റ് ഇൻവെസ്റ്റ്മെന്റ് എയർടെല്ലിലെ 0.8% ഓഹരികൾ ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നു. ഡീലിന്റെ ഓഫർ വില 1,658.80 രൂപയായിരിക്കും. അടുത്തത് ആൽപെക്സ് സോളാർ എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 45 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അടുത്തത് കിംസ് എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ സാംലയിലെ UAIMS ഹോസ്പിറ്റൽ അതിൻ്റെ പ്രവർത്തനങ്ങളും നടത്തിപ്പും കിംസ് ഏറ്റെടുത്തു. അടുത്തത് SBI കാർഡ്സ് ആണ്. ആവശ്യമായ അംഗീകാരങ്ങൾക്ക് വിധേയമായി 2025 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന 2 വർഷത്തേക്ക് സലീല പാണ്ഡ്യയെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി നിയമിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. അടുത്തതായി GMR എയർപോർട്ടിൻ്റെ പാസഞ്ചർ ട്രാഫിക്കിലെ ജനുവരി അപ്ഡേറ്റ് ആണ്. ടോട്ടൽ പാസഞ്ചർ ട്രാഫിക്കിൻ്റെ 11% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്.
മന്ത് ഓൺ മന്ത് ബേസിസിൽ 2% ഇടിവാണ് വന്നിരിക്കുന്നത്. ഇനി ഡൊമസ്റ്റിക് ട്രാഫിക്കിൽ 11% വർധനവ് ഇയർ ഓൺ ഇയറിലും ഇന്റർനാഷണൽ ട്രാഫിക്കിൽ 12.4% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. എയർക്രാഫ്റ്റ് മൂവ്മെന്റിൽ 9% വർധനവും മന്ത് ഓൺ മന്തിൽ 1% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് കടന്നുപോയത്. ഇനി നമ്മുടെ ഓപ്ഷന്റെ ബേസിക്സ് മുതലുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. നമ്മുടെ ഒത്തിരിയേറെ സുഹൃത്തുക്കൾ ഓപ്ഷൻസിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ഒത്തിരിയേറെ പണം ഓപ്ഷൻസിൽ കളയുന്നവരുണ്ട്. അത്തരത്തിൽ ഇപ്പോഴിതാ ഓപ്ഷൻസിനെ കുറിച്ച് കുറഞ്ഞ സമയം കൊണ്ട് അതും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു അവസരം നമ്മളിവിടെ ഒരുക്കുകയാണ്. വെറും 1000 രൂപയ്ക്ക് ഓപ്ഷൻസിൻ്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാനുള്ള ഒരു അവസരം ഇവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി നിഫ്റ്റിയിലേക്കാണ്. 22,959 30 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിലെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേണിന് സമാനമായ ഫോർമേഷനാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചാൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. ഡെയിലി ചാർട്ടിൽ നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്യാൻഡിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ലോവർ ലെവലിൽ നല്ല ബൈയിങ് പ്രഷർ കാണാമായിരുന്നു. ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഏതായാലും നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ വളരെ ക്രൂഷ്യലാണ് എന്ന് ഇന്നലെയും കാണാൻ കഴിഞ്ഞു. കാരണം അവിടെ നിന്നും കൃത്യമായിട്ട് ഇത് 4ാമത്തെ തവണയാണ് ഒരു റിവേഴ്സൽ വരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ നല്ലൊരു പുൾ ബാക്ക് ലഭിച്ച ദിവസമായിരുന്നു. 159 പോയിന്റ്സ് ഉയർന്നാണ് 49,259 ക്ലോസ് ചെയ്യുന്നത്. അപ്സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ആദ്യത്തെ ലെവൽ 49,740 അതിനുശേഷം 50,500 ഡൗൺ സൈഡിൽ 48,041 ലെവൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് മുന്നോടിയായി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഇടിവിലാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.40% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.05% ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 0.09% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 0.17% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,002 എന്ന നിലയിലാണ്. 8 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം 15 മുതൽ 20 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ വിശദമായിട്ടുള്ള വാർത്തയുമായി വീണ്ടും വരാം. ഏവർക്കും നന്ദി.